ഒരു അടിപൊളി ക്രിസ്പി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഓൾ എന്ന ബെല്ലൈക്കണിലൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോഴേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. നന്നായിട്ട് ബോയിൽ ചെയ്ത് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത്, പൊട്ടറ്റോ സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കണം. വെള്ളം ഡ്രെയിൻ ചെയ്ത ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചൂടാകാരണം പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ സീവറി കൂടെ പ്രസ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ടുള്ള പൊട്ടറ്റോയുടെ ഡോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സീവറി കൂടെ പ്രസ് ചെയ്തെടുക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാൽ നമുക്കൊരു പശവശപ്പ് പോലെ കാണും. അപ്പോൾ അതിനെക്കാട്ടി നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു കട്ടയും ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീവറി കൂടെ തന്നെ പ്രസ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ ഫൈനായിട്ട് കിട്ടിയ പൊട്ടാറ്റോയിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കോൺഫ്ലോറും ഇട്ട് മിക്സ് ചെയ്തെടുത്ത ആ പൊട്ടറ്റോയുടെ മിക്സിലേക്ക് ഒരു മുട്ടയുടെ എഗ് വൈറ്റ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എഗ് വൈറ്റും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോയുടെ ആ ഡോ നന്നായിട്ട് വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചെടുക്കണം.
പൈപ്പിംഗ് ബാഗിൽ നിറച്ച ആ ഡോ ആണ് പ്രസ് ചെയ്ത് ഇതുപോലെ ഫ്ലവർ ഷേപ്പ് പോലെ നമുക്ക് എടുക്കാം. അപ്പോഴും ഞാൻ ആദ്യം ഇട്ട നോസിൽ ഭയങ്കര ചെറുതായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈസിയായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ആ നോസിൽ മാറ്റിയിട്ട് കുറച്ച് ചെറിയൊരു നോസ് വലുപ്പത്തിലുള്ള, അതിനെക്കാട്ടി ജസ്റ്റ് വലുപ്പത്തിലുള്ള ഒരു നോസിലാണ് ഇട്ടപ്പോൾ അത് ശരിയായിട്ട് കിട്ടി. അങ്ങനെ അത് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ കൂടെ ഇട്ടിട്ടാണ് അതിലേക്കാണ് പിന്നെ ഇത് പ്രസ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ബട്ടർ പേപ്പർ അങ്ങനെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, പാത്രത്തിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ചെയ്യാനായിട്ട് പൈപ്പിംഗ് ബാഗ് വേണമെന്നൊന്നുമില്ല. ഞാനിത് പൈപ്പിംഗ് ബാഗിൽ കൂടെ എടുത്തത് ആ നോസിൽ കൂടെ പ്രസ് ചെയ്ത് വരുമ്പോൾ ഒരു ഗ്രൂവ് ഇല്ല. അപ്പോൾ ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ നല്ലൊരു രസമായിരിക്കും കാണാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇത് ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടാക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചേക്കുന്ന ആ പൊട്ടറ്റോ മിക്സ് എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഫ്രൈ ചെയ്യാനിട്ട പൊട്ടറ്റോ ഇത് ചൂടാകുന്നതനുസരിച്ച് ഇത് പൊങ്ങി വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ജോയിൻ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒന്നും ഇളക്കിയിട്ട് കൊടുക്കുകയൊന്നും ചെയ്യും, സെപ്പറേറ്റ് ആക്കാനും നോക്കരുത്. അതൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്ന ശേഷം മാത്രമേ അത് സെപ്പറേറ്റ് വിട്ട് കൊടുക്കാനായിട്ടൊന്ന് ശ്രമിക്കാവൂ. തവി കൊണ്ട് ജസ്റ്റ് ഒന്ന് അണക്കി കൊടുത്താൽ മതി. അതുപോലെ ഇതൊന്ന് മറിച്ചിടാനും തിരിച്ച് മറിച്ചിടാനും ആ സമയത്ത് മാത്രമേ ശ്രമിക്കാവൂ. അല്ല ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോവും. നമ്മൾ മുട്ടയുടെ വൈറ്റ് ചേർത്തല്ലോ, വൈറ്റ് ചേർക്കുമ്പോൾ നല്ല കളർ ഇതുപോലെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല കളർ ഇതുപോലെ കിട്ടാനായിട്ട് സഹായിക്കും. അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടാൽ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. അങ്ങനെ അടുത്ത ബാച്ചും പാത്രത്തിലോട്ട് പ്രസ് ചെയ്ത് പൈപ്പിംഗ് ബാഗിലൂടെ പ്രസ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ബാച്ച് വൈസായിട്ട് ഫ്രൈ ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ വേണം സെർവ് ചെയ്യാനായിട്ട്. നമ്മളിത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ക്രിസ്പിയും പിന്നെ നമ്മുടെ വായിൽ അലിഞ്ഞു പോകുന്നതായിട്ടുള്ള ഒരു അടിപൊളി പൊട്ടറ്റോ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബബിൾ സ്നാക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതൊന്ന് ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.